ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. നിങ്ങളെ ഉറപ്പിച്ച് കാക്കുന്ന വിശ്വസ്തൻ. 2 തെസ്സലോനിക്കർ 3:3. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദൈവം തൻ്റെ ജനത്തെ അവരുടെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തി നിലനിർത്തുന്നതിലുള്ള തൻ്റെ വിശ്വസ്തത ഉറപ്പിച്ചിരുന്ന ഒരു വചനമാണിത്. അവൻ്റെ നടപ്പിൽ വിശ്വസിക്കുവാനും നടത്തിപ്പിൽ വിശ്വസിക്കുവാനും അവൻ്റെ ബലത്തിൽ ആശ്രയിക്കുവാനും അനുസരണത്തിൽ നടക്കുവാനും അവൻ തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുമെന്നും തൻ്റെ സ്നേഹത്തിൽ നമ്മെ സുരക്ഷിതരാക്കുമെന്നും അറിയുവാൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു വചനം. കർത്താവ് വിശ്വസ്തൻ എന്ന ആമുഖ പ്രസ്താവന നോക്കുക. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന സ്വഭാവത്തെ ഹൈലൈറ്റ് ചെയ്യുന്നു. ദൈവിക ഗുണങ്ങളുടെ കേന്ദ്ര സ്വഭാവമാണ് വിശ്വസ്തത. ദൈവം ദീർഘക്ഷമയുള്ളവനും ആശ്രയിക്കാൻ കൊള്ളാവുന്നവനും തൻ്റെ വാഗ്ദത്തങ്ങളിൽ സത്യസന്ധനുമാണ്. ഉറപ്പിക്കുക എന്നാൽ ദൈവം രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ നമ്മുടെ വിശ്വാസത്തിൽ നിലനിർത്തുമെന്നും അതിനുള്ള ശക്തി നൽകുമെന്നും നമ്മെ ഒരു അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുമെന്നും നമ്മളെ വചനം നൽകിയും പരിശുദ്ധാത്മാവിനെ പകർന്നും വളർത്തി നമ്മെ ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ പണിയുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതരാക്കും. നമ്മളെ ഉറപ്പിക്കുക മാത്രമല്ല, സുരക്ഷിതരാക്കും. സാത്താന്റെ ആക്രമണത്തിൽ നിന്നും സുരക്ഷിതരാക്കും. എതിർപ്പുകളെ അഭിമുഖീകരിക്കുന്ന, വെല്ലുവിളികളെ നേരിടുന്ന ആത്മീയ പോരാട്ടത്തിൽ വിശ്വാസികൾക്ക് ഉത്സാഹം നൽകുന്ന ഒരു വചനമാണിത്. വിശ്വാസികൾക്ക് പരീക്ഷയും പരീക്ഷണങ്ങളും ഇല്ലെന്നല്ല ഈ വാക്യം പറയുന്നത്, മറിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന വാഗ്ദാനം, നമ്മളെ സഹായിക്കുമെന്ന വാഗ്ദാനം, നടത്തിപ്പിന്റെ വാഗ്ദാനം, സുരക്ഷയുടെ വാഗ്ദാനം, വിജയത്തിന്റെ വാഗ്ദാനം, പ്രായോഗിക തലത്തിൽ വചനത്തിൽ വേരൂന്നി വളരുവാൻ, അവനോടുള്ള കൂട്ടായ്മയിൽ നിലനിർത്തുവാൻ, പ്രാർത്ഥനയിൽ മറ്റും നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു വചനമാണ്. അവൻ വിശ്വസ്തൻ, കർത്താവ് വിശ്വസ്തൻ. അവൻ നമ്മളെ ഉറപ്പിച്ച ദുഷ്ടന്റെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും വിടുവിക്കും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.